നമുക്കിന്ന് ഇച്ചിരി ചീര തോരൻ വെക്കാം. അത് കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുന്ന രീതിയിൽ, സാധാരണ തോരനല്ല, ഇച്ചിരി മുട്ടയൊക്കെ ചേർത്ത് തോരൻ വെക്കാം. അതാകുമ്പോൾ കൊച്ചുങ്ങളൊക്കെ കഴിക്കും. ചീനിച്ചട്ടി വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കും. ഇത്തിരി ജീരകവും തേങ്ങായും വെളുത്തുള്ളിയും കൂടെ ചതച്ചുകൊണ്ട് വരാം. കടുകിടാം. ഇത് വറ്റൽ മുളക്, ഒരു കറിവേപ്പില, തേങ്ങയും കൊണ്ടിടാം. അതിലോട്ട് ചീരയും ഇടാം. ആവശ്യത്തിന് ഉപ്പ്, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത്തിരി മഞ്ഞൾപ്പൊടി, അതും ഒന്ന് മിക്സ് ചെയ്യാം. ഇത്തിരിയുള്ള ചീര, ശകലം മുളക് പൊടി, ഇതിൻ്റെ കൂടെ മുട്ടയൊക്കെ ചേർത്തങ്ങോട്ട് തോരൻ വെച്ച് കഴിഞ്ഞ് ചോറിൻ്റെ കൂടെ വേറെ കൂട്ടാനൊന്നും വേണ്ട. കുഞ്ഞുങ്ങൾ വരെ കഴിച്ചോളൂ. ഒന്ന് വേവട്ടെ, അടച്ചൊന്ന് പൊത്തി വെക്കാം. മുട്ട പൊട്ടിച്ച് വയ്ക്കാം. 2 മുട്ട എടുക്കാം. അതിനകത്തോട്ട് ചുമന്നുള്ളി, പച്ചമുളക് അരിഞ്ഞ് വെച്ചത്, ഇത്തിരി ഉപ്പിടാം. ഒന്ന് മിക്സ് ചെയ്യാം. ശകലം തേങ്ങ കൂടി ഇടാം അതിനകത്ത്. രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത്തിരി മയം അങ്ങോട്ട് വയ്ക്കും. അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യാം. ചീരയും മുട്ടയും കൂടെ നല്ലപോലെ മിക്സായി വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ചീര മുട്ടത്തോരൻ റെഡി. ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാണ്. ഇത് റെഡിയായി. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുഞ്ഞുങ്ങളൊക്കെ നല്ലപോലെ കഴിച്ചോളൂ.